അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളതിൻ്റെ മുൻപോട്ട് പോകേണ്ടുന്ന വഴികൾ കുറച്ച് ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം കേസ്, അതായത് കംപ്ലൈന്റ്, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു മിനിമം 3 കോടി രൂപയുടെ എങ്കിലും നിക്ഷേപം തട്ടിപ്പ് നടന്നോ അല്ലെങ്കിൽ നിക്ഷേപം നമുക്ക് കിട്ടുന്നില്ല എന്ന സർക്കാരിന് മുമ്പിൽ അല്ലെങ്കിൽ സ്റ്റേഷനിൽ നമുക്ക് കേസ് കൊടുക്കുന്നതിനും അതിലൂടെ നമുക്ക് FIR ഇട്ട് മുന്നോട്ട് പോകുന്നതിനും കഴിയണം. അതുകൊണ്ട് ഓരോരുത്തരും, ഈ കൂടിയിരിക്കുന്ന ഓരോരുത്തരും അവർക്ക് എത്ര ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ നിക്ഷേപം തിരിച്ചു കിട്ടാനുണ്ടോ ആ തുക കാണിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുക്കുക. മറ്റൊന്ന് പറയുന്നത്, നമ്മൾ പരാതി കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ചെക്ക് ആരാണോ നിരസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ആരാണ് പൈസ തരാൻ പറ്റില്ല എന്ന് പറയുന്നു, ആ വ്യക്തിയുടെ പേർക്ക് തന്നെ നമ്മൾ കേസ് കൊടുക്കുക തന്നെ വേണം. കാരണം FIR ഇട്ട് നമുക്ക് കേസ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ സൊസൈറ്റിയുടെ പേർക്കായിരിക്കും ചെയ്യേണ്ടത്. നമ്മൾ ആരാണോ ചെക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ചെക്ക് നിരസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പൈസ ആവശ്യപ്പെടുമ്പോൾ ആരാണ് പറ്റില്ല എന്ന് പറയുന്നത്, അവരുടെ പേർക്ക് തന്നെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും ഈ കേസുമായി മുമ്പോട്ട് പോകേണ്ടത്. കാരണം FIR ഇടുമ്പോഴേക്കും നമുക്കതിൽ പ്രതി വേണം. അല്ല, പ്രതിയില്ലാതെ നമുക്ക് ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇപ്പം സെക്രട്ടറിയാണ് നിരസിക്കുന്നതെങ്കിൽ സെക്രട്ടറിയുടെ പേർക്ക് കൊടുക്കാം, മാനേജറാണ് നിരസിക്കുന്നതെങ്കിൽ മാനേജറുടെ പേർക്ക് കൊടുക്കാം, പ്രസിഡന്റാണ് നിരസിക്കുന്നതെങ്കിൽ പ്രസിഡന്റിന്റെ പേർക്ക് കൊടുക്കാം. ഇല്ല, അവിടെ സീറ്റിലിരിക്കുന്ന ആരോ ഒരു പേർക്കാണ് നമ്മുടെ പേയ്മെന്റ് നിഷേധിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ പേർക്ക് നമ്മൾ കേസ് കൊടുത്തിരിക്കണം. അത് മിനിമം നല്ല എമൗണ്ട് ഉള്ള, അതായത് ഒരു 5 അല്ല 10 പേര് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 3 കോടിക്ക് പുറത്തു പോകുന്ന ആൾക്കാർ കൂട്ടത്തിലുണ്ട് എന്നുള്ള എനിക്കറിയാം. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാനല്ല, നമ്മൾ ഇതൊരു തുടക്കം മാത്രമാണ്. നമുക്ക് ഇതിലൂടെ മുമ്പോട്ട് പോകാൻ, നമ്മൾ ഏതറ്റം വരെ പോകുവാനും ഈ കൂടി നിൽക്കുന്നതിൽ ഇതിന് തയ്യാറാണ്. അതിന്റെ ഏതറ്റം കാണുന്നതുവരെ നമുക്ക് പോകാൻ കഴിയണം. അതിലേക്ക് വേണ്ടി ഇന്ന് ഈ ഉണ്ടായ സഹകരണം എന്നും നമ്മളോടൊപ്പം ഉണ്ടാകണം. മറ്റൊന്ന് പറയുന്നേ, നമ്മുടെ ഈ സ്ഥാപനം എന്ന് പറയുന്നത് നാൾക്കുനാൾ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ നാശത്തിൽ നിന്നും കരകയറണമെങ്കിൽ സർക്കാരിൽ നിന്നും കിട്ടാവുന്ന പൈസകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങി സ്വർണ്ണ ബിസിനസ്, ഗോൾഡ് ലോൺ പോലെയുള്ള ബിസിനസ്സുകൾ ചെയ്ത് നമ്മൾ ഈ സ്ഥാപനത്തെ നന്നാക്കാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ ഭരണസമിതിയും ഉദ്യോഗസ്ഥരുമാണ്. ഭരണസമിതിയുടെ കഴിവുകേടാണ് ഇന്ന് ഈ സ്ഥാപനത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം നടന്നിരുന്ന കാലത്ത് പോലും സാധാരണക്കാരുടെ പലിശ നമുക്ക് കിട്ടുമായിരുന്നു. എന്നാൽ എന്താണ് പുതിയ ഭരണസമിതി വരുന്നു, അതിനുശേഷമാണ് നമ്മൾ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചു തുടങ്ങിയത്. അപ്പോൾ ഈ ഭരണസമിതി കഴിവുകേട് ആണ് എന്ന് ഞാൻ തീർത്തും പറയും. അതിനോടൊപ്പം തന്നെ ആത്മാർത്ഥതയില്ലാത്ത ഒരു വിഭാഗം ജീവനക്കാർ. നമ്മൾ ഈ സ്ഥാപനം തന്നെ വന്ന് നോക്കിയാൽ നമുക്കറിയാം, ഏകദേശം 14ഓളം ഉദ്യോഗസ്ഥർ അറ്റൻഡൻസ് ബുക്കിൽ ഒപ്പിട്ട് പോകുന്നു. പക്ഷേ നമ്മൾ കയറി വന്നാൽ നമ്മൾ നിസ്സാരമായി കാണുന്നത് ഒന്നോ രണ്ടോ ആൾക്കാർ, ഇമെയിലായിട്ടുള്ള 1-2 ആൾക്കാർ കാണുന്നു, നമ്മൾ അവരോട് സംസാരിക്കുന്നു, പോകുന്നു. എന്നാൽ ഈ പൈസ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, ഈ 14 പേർക്ക് ഇവിടുത്തെ ശമ്പളം കൈപ്പറ്റുന്നുണ്ട്. പക്ഷേ ഇത് ഏത് പൈസ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഡെപ്പോസിറ്റ്, നമ്മുടെ തിരിച്ചു വന്ന ഡെപ്പോസിറ്റുകൾ, അല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് അവർ തിരിച്ചടയ്ക്കുന്ന ഡെപ്പോസിറ്റുകൾ, അല്ലെങ്കിൽ അതിന് കിട്ടുന്ന പലിശ എടുത്തു വെച്ചാണ് ഇവരുടെ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നത്തെ ഭരണസമിതി എന്നായാലും അതിന് മറുപടി പറയേണ്ടി വരും. ഇന്നിവർ ചെലവാക്കുന്ന ലാഭവിഹിതത്തിൽ നിന്നും എടുത്ത് ചെലവാക്കേണ്ട ശമ്പളവും മറ്റ് ചിലവുകളും എന്ന് പറഞ്ഞാല് നമ്മള് വാടക, അതുപോലെ തന്നെ ശമ്പളം, പിന്നെ കറണ്ട് ചാർജ്, വാട്ടർ ചാർജ്, ഇമാതിരി വരുന്ന മറ്റ് അലവൻസുകൾ, ഇതെല്ലാം ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തിരിച്ചു വരുന്ന ലോണുകളിൽ നിന്നുമാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോൺ ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡെപ്പോസിറ്റാണ് പുറത്ത് ലോണായി നിൽക്കുന്നത്. ഈ ലോണാണ് ഡെപ്പോസിറ്റുകളായി തിരിച്ചറിയുന്നത്. ഈ പൈസയാണ് ഇവർ അനാമത്തായി ചെലവാക്കി കഴിയുന്നത്. ഇന്ന് നമുക്ക് ഈ സ്ഥാപനത്തിന് 4-5 ബ്രാഞ്ചുകളുടെയോ അല്ലെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ബ്രാഞ്ചുകളൊക്കെ മതിയാക്കണം. അല്ലാതെ നമുക്ക് ഒരു ബ്രാഞ്ച് മതി അല്ലെങ്കിൽ 2 ബ്രാഞ്ച് മതി എന്ന് പറഞ്ഞാൽ ഈ ഓരോ ബ്രാഞ്ചിനും വാടക കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഏകദേശം 2 കോടി രൂപയ്ക്ക് പലിശ കൊടുക്കാൻ അല്ലെങ്കിൽ 5 കോടി രൂപയ്ക്ക് പലിശ കൊടുക്കാനുള്ള പൈസ നമ്മൾ ഈ അനാമത്തായി ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ അനാമത്തായി ചെലവാക്കുന്ന പൈസ എന്ന് പറയുന്നത് നമ്മുടെ ഡെപ്പോസിറ്റുകളാണ്. അല്ല, ഇതിന്റെ ലാഭത്തിൽ നിന്നല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇത് നമ്മുടെ ഡെപ്പോസിറ്റുകൾ വീണ്ടും അല്ലെങ്കിൽ നശിച്ചു പോകുന്നതിന് ഇത് വഴിവെക്കുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ ഭരണസമിതി എവിടെ നിന്നാണ് ഈ ശമ്പളം കൊടുക്കുന്നു, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ചെലവുകൾ മീറ്റ് ചെയ്യുന്നു എന്നുള്ളതിന് കൃത്യമായ മറുപടി പറയേണ്ടി വരും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. അവരെ കൊണ്ട് കൃത്യമായ മറുപടി പറയിക്കും. അനാവശ്യമായി ഇവരുണ്ടാക്കി വെച്ച കുറെ മുൻ ഭരണസമിതി ഉണ്ടാക്കി വെച്ച കുറെ സ്ഥാപനങ്ങൾ, മെഡിക്കൽ ഷോപ്പ്, മെറ്റീരിയൽ ഡിപ്പോ, എന്തിനാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഈ മെറ്റീരിയൽ ഡിപ്പോ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ, ഒരു സൊസൈറ്റിയുടെ കീഴിൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ആ സൊസൈറ്റിയുടെ ലാഭത്തിൽ നിന്ന് മാത്രമായിരിക്കണം നമ്മൾ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കേണ്ടത്, പുതിയ ബിസിനസ്സുകൾ തുടങ്ങേണ്ടത്. നഷ്ടം വന്നു കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ ലാഭത്തിൽ മാത്രമേ പോകൂ. ഒരിക്കലും നമ്മുടെ ഡെപ്പോസിറ്റിൽ നിന്നും ഒരു പൈസ പോലും പോകത്തില്ലായിരുന്നു. പക്ഷെ ഇത് ചെയ്തത്, കഴിഞ്ഞ ഭരണസമിതി ചെയ്തത് വളരെ നികൃഷ്ടമായ ചില കാര്യങ്ങളായിരുന്നു. എന്നാൽ ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങി. ആ മെഡിക്കൽ ഷോപ്പ് കൃത്യമായി മാനേജ് ചെയ്യുവാൻ ആ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല. ആ ഏകദേശം എന്റെ ഊഹം ശരിയാണെങ്കിൽ ഏകദേശം 1 കോടിക്ക് പുറത്ത് ആ മെഡിക്കൽ ഷോപ്പിൽ മാത്രം നഷ്ടം വന്നിട്ടുണ്ട്. ഈ നഷ്ടം എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ലാഭത്തിൽ നിന്നുണ്ടായ നഷ്ടമല്ല. ഈ നഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ഡെപ്പോസിറ്റിൽ നിന്നുമുണ്ടായ നഷ്ടമാണ്. ഈ വ്യത്യസ്തമായ രീതിയിൽ ഇവരുണ്ടാക്കി വെക്കുന്ന നഷ്ടമാണ് നമ്മുടെ ഡെപ്പോസിറ്റ് തുക, അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ട തുക നമുക്ക് തിരികെ കിട്ടാൻ കഴിയാതെ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഇതിൽ മുൻ ഭരണസമിതി അംഗങ്ങളും നിലവിലെ ഭരണസമിതി അംഗങ്ങളും ഇവിടുത്തെ സ്റ്റാഫുകളും എടുത്തു വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ബിനാമി പേരുകളിൽ എടുത്തു വെച്ചിട്ടുള്ള ഒത്തിരി ലോണുകൾ, ഇവരുടെ ലോണുകൾ തിരിച്ചു പിടിക്കാൻ ഈ നമ്മുടെ ഭരണസമിതിക്ക് സ്വന്തം സ്ഥാപനത്തിൽ നിന്നും റിക്കവറി നടത്താൻ കഴിയാത്ത ഒരു ഭരണസമിതിയാണ് ഈ സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ ഭരണസമിതി രാജിവെച്ച് പുറത്തു പോകുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ പറയും. കാരണം സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് റിക്കവറി നടത്താൻ കഴിയാത്ത ഒരു ഭരണസമിതി, സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും സാലറി റിക്കവറി ചെയ്യാൻ കഴിയാത്ത ഒരു ഭരണസമിതി അല്ലെങ്കിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരാണ് ഈ സ്ഥാപനത്തിലുള്ളത്. നമുക്കറിയാം, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. എന്റെ ശമ്പളത്തിൽ ഞാൻ ജാമ്യം നിന്നോ അല്ലെങ്കിൽ ഞാൻ ലോൺ എടുത്തോ 3 മാസം മുടങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും എന്റെ സ്ഥാപനത്തിൽ റിക്കവറി നോട്ടീസ് വരും. എന്റെ മേലുദ്യോഗസ്ഥൻ കൃത്യമായി അത് പിടിക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ നിന്നും ഒരു റിക്കവറി നോട്ടീസ് അയക്കാൻ ഒരു സർക്കാർ ജാമ്യത്തിൽ തന്നെ എത്രയോ ലോണുകൾ ഇവിടെ മുടങ്ങിക്കിടപ്പുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജാമ്യത്തിൽ ആ ജാമ്യം പോലും ആ എമൗണ്ട് പോലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒരു ഭരണ സമൂഹമാണ് നമുക്ക് ഇന്നിവിടെ ഉള്ളത്. അതിന് തികച്ചും മാറ്റം വരാൻ നമ്മുടെ ഭരണസമിതി, നിലവിലെ ഭരണസമിതി ശക്തമായി ശ്രമിക്കണം. അതുപോലെ റിക്കവറി ചെയ്യണം. കാരണം റിക്കവറി ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ലോൺ അടയ്ക്കാൻ ശേഷിയുള്ളവരുണ്ട്. അവരുടെ ആ ശേഷി റിക്കവറി ചെയ്യാൻ നമ്മുടെ ഭരണസമിതിക്ക് കഴിയണം, ഉദ്യോഗസ്ഥർക്ക് കഴിയണം. കഴിഞ്ഞാൽ നമ്മൾ 1 or 2 റിക്കവറികൾ ശക്തമായി നടത്തിയാൽ മറ്റുള്ളവർക്കത് ഒരു അടയാളമാകും, അല്ലെങ്കിൽ അവർക്കൊരു ഭീഷണിയാകും. ഇന്നല്ലെങ്കിൽ നാളെ ഇത് റിക്കവറി നടക്കും എന്ന് അവർക്ക് ബോധ്യം വരും. ബോധ്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായും അവർ ആ ലോണുകൾ അടയ്ക്കാൻ ഉള്ള അവധി ചോദിച്ചെങ്കിലും, അല്ലെങ്കിൽ ഒരുമിച്ച് അടച്ചില്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റുകളായിട്ടെങ്കിലും അവർ അടയ്ക്കാനുള്ള ആ ഒരു സന്മനസ് കാണിക്കും. അതിനുള്ള ഉത്തരവാദിത്വം പോലും നമ്മുടെ സ്ഥാപനം കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ നമ്മൾ ഈ റിക്കവറി ചെയ്യുന്ന പൈസ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ചെലവാക്കേണ്ട പൈസയല്ല. അതൊരിക്കലും ലാഭമല്ല. ലാഭമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മാത്രം അതെടുത്ത് ചെലവാക്കാം. ഇത് പൊതു ആവശ്യത്തിന് ചെലവാക്കേണ്ടതല്ല. റിക്കവറി ചെയ്തു വരുന്ന ഏതെങ്കിലും ഒരു പൈസ ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ അല്ലെങ്കിൽ അതിന്റെ അവകാശികൾ എന്ന് പറയുന്നത് ഈ ഡെപ്പോസിറ്റേഴ്സ് ആണ്. ആ ഡെപ്പോസിറ്റേഴ്സിന് തിരിച്ചു കൊടുക്കാനുള്ള സാമാന്യ ഉത്തരവാദിത്വം ഈ ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അല്ലാത്ത പക്ഷം ഈ ഉപരോധം വീണ്ടും കൂടിക്കൊണ്ടുവരും. ഈ സൊസൈറ്റിയുടെ ബാധ്യത വീണ്ടും കൂടിക്കൊണ്ട് വരികയുള്ളൂ. അതിനുള്ള സാമാന്യ ഉത്തരവാദിത്വം നമ്മുടെ ബോർഡും ഇതുപോലെ ഈ നിലവിലെ ഉദ്യോഗസ്ഥരും അത് കാണിക്കണം. ഇല്ല എങ്കിൽ നമ്മുടെ സ്ഥാപനം നിലനിൽക്കത്തില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം വാങ്ങാൻ കഴിയത്തില്ല. ഈ അനാമത്തായി ചെലവാക്കുന്ന ഈ പൈസ ആരുടെ നിന്ന് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അവിടെ ഒരു ഡെപ്പോസിറ്റ് കയറി പോയാൽ അവന്റെ പൈസയാണ് ഇവിടെ കിടക്കുന്നത്, അല്ലെങ്കിൽ അവൻ അത്യാവശ്യമായി അവന്റെ പൈസയ്ക്ക് വേണ്ടിയാണ് അവൻ കയറി വരുന്നത്. അല്ലാതെ ആരുടെയും ഭിക്ഷ വാങ്ങാനോ
അല്ലെങ്കിൽ അവിടെ ചെന്ന് അവരിൽ നിന്ന് ഔദാര്യമാകാനോ ഏറി പോകുന്നവരെല്ലാം ഇന്ന് ഈ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലും ഏറി പോകുന്ന ഏറി പോകുന്ന നിക്ഷേപകരെന്നുള്ള കാര്യം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഇത് എങ്ങനെ നല്ല രീതിയിൽ ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും കൂടി ആലോചിക്കുക, അതിനെക്കുറിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ ഇതിനുപരിയായി കഴിഞ്ഞ മാസം 2-ാം തീയതി ഇവിടെ ആറേഴ് സ്കൂളിൽ ഒരു കമ്മിറ്റി വിളിച്ചുകൂട്ടി. അന്ന് ആറാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഈ സ്ഥാപനത്തെ ലിക്വിഡേറ്റ് ചെയ്യാൻ എഴുതി കൊടുക്കട്ടെ, റെക്കമെൻഡ് ചെയ്യട്ടെ എന്നൊരു ചോദ്യം ചോദിച്ചു. ഈ സ്ഥാപനത്തെ ആരോ പറഞ്ഞു ഈ സ്ഥാപനത്തെ ലിക്വിഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഈ സ്ഥാപനം പൂട്ടിപ്പോട്ടെ, എന്നാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ വ്യക്തിയോട് ആളാർ ചോദ്യമുണ്ട്, ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യട്ടെ, ലിക്വിഡേറ്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യട്ടെ എന്ന് ചോദ്യം ചോദിച്ചു. അത് അറിവില്ലായ്മ കൊണ്ടോ ഈ കൂടിയിരുന്നത് പറ്റിക്കാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. ഒരു സ്ഥാപനം ലിക്വിഡേറ്റ് ചെയ്താൽ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ അസറ്റുകളെല്ലാം കൂടെ വിറ്റുപറക്കി എടുക്കുക. വിറ്റുപറക്കി എടുത്ത് ആദ്യം കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ആ സ്ഥാപനത്തിലെ ഡെപ്പോസിറ്റേഴ്സ് ആരാണോ അവർക്ക് കൊടുക്കണം. അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 വർഷം പിടിക്കുമായിരിക്കും ഒരു സ്ഥാപനം ലിക്വിഡേറ്റ് ചെയ്യാൻ. ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 1 ലക്ഷം രൂപ ഇട്ടവന് ഒന്നുമല്ലെങ്കിൽ 75,000 രൂപയെങ്കിലും തിരിച്ചു കിട്ടും. ഇന്നത്തെക്കാൾ എത്രയോ ബെറ്ററാണ് നമ്മൾ 1 ലക്ഷം രൂപ 75 കിട്ടിയോ 25 എങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് പോകാൻ ആൾക്കാരുണ്ട്. അങ്ങനെ ലിക്വിഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവിടെ ഭീഷണി മുഴക്കുന്ന ഒരു രീതി അത് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിരുന്നു. അതുപോലെ അന്നവിടെ ഒരു സമിതിയെ ഉണ്ടാക്കി 15 ദിവസത്തിലൊരിക്കൽ ഈ സമിതി ചേരുമെന്നും അതിലൂടെ ആർക്കൊക്കെയാണ് പൈസ കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുമെന്നും ഇങ്ങനെ ഒരു അഭിപ്രായം വന്നു. പക്ഷെ ആർക്കൊക്കെയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആർക്കൊക്കെ കൊടുക്കാനാണ് ഈ പ്രയോറിറ്റി കൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അവിടെ ആരും പറഞ്ഞില്ല. എന്നാൽ ഈ 15 ദിവസത്തിലൊരിക്കൽ കൂടും എന്ന് പറഞ്ഞ ആ ഒരു ചടങ്ങ് ഇന്നേ വരെ അത് കൂടിയിട്ടുമില്ല. ഇവർ അതിനെക്കുറിച്ച് യാതൊരു ചെയ്തിട്ടുമില്ല. അതിന് ആ കമ്മിറ്റിയിലുള്ളവരെ ഇവിടെ ഇപ്പോണ്ട് ആ സുരേഷ് സാർ അതിലുള്ളതാണ്. പക്ഷേ സുരേഷ് സാറിനും അറിയത്തില്ല ഇങ്ങനെ ഒരു കമ്മിറ്റി നമ്മൾ കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഈ പൈസ കൊടുക്കേണ്ടത് തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കമ്മിറ്റി എടുത്തിട്ടില്ല. സത്യമാണ്. കൃത്യമായും നമ്മൾ ഈ സ്ഥാപനം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒരിക്കലും നമ്മൾ ഈ സ്ഥാപനത്തെ നശിപ്പിക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിൽ നടന്നിട്ടുള്ള അഴിമതി എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് തിരികെ കിട്ടുന്നില്ല, ഇതിന് നമുക്ക് ഏതറ്റം വരെ പോകണമെങ്കിൽ നമ്മൾ പോകും. അതിന് ഇന്ന് നമ്മൾ ഈ കാണിക്കുന്നത് ഒരു സൂചന മാത്രമാണ്. ഇനി ഈ സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് വളരെയധികം കാര്യങ്ങൾ ഇന്നും നഷ്ടത്തിൽ നിന്നും കരകയറാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ അയൽവക്കത്ത് തന്നെയുള്ള പല സൊസൈറ്റികളും തകർന്നടിഞ്ഞിട്ട് അതിശക്തമായ ഭരണസമിതിയുടെ ഇടപെടൽ കാരണം ആ സ്ഥാപനങ്ങളിൽ നിന്ന് എത്രയോ മുകളിലെത്തിയതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. പരശു വെക്കൽ സൊസൈറ്റി, ആരാമട്ടം സൊസൈറ്റി, ഇതൊക്കെ ഇതിനേക്കാൾ ഗതികേടിൽ വളരെ അധപ്പതിച്ചു പോയിട്ട് അതിനെ തിരിച്ചു പിടിക്കാൻ ഒരു വിഭാഗം ആൾക്കാർക്ക് കഴിഞ്ഞെങ്കിൽ കൃത്യമായും നമ്മുടെ ഈ സ്ഥാപനത്തെ തിരികെ പിടിക്കാൻ കഴിവുറ്റ ശേഷിയുള്ള ആൾക്കാർ മുൻപന്തിയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തെ നമുക്ക് തിരികെ പിടിക്കാൻ കഴിയുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്നത്തെ ബാധ്യതയായിട്ട് നിർത്തിക്കൊണ്ടുപോലും ഈ സ്ഥാപനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. മറ്റേ അതിനുള്ള ഉത്തരവാദിത്വം കാണിക്കേണ്ടത് ഒരിക്കലും പുറത്തു നിൽക്കുന്ന ഈ ഷെയർ ഹോൾഡേഴ്സായ നമ്മളല്ല. അതിന് ഉത്തരവാദിത്വം കാണിക്കേണ്ടത് ബോർഡും മറ്റ് ഉദ്യോഗസ്ഥരുമാണ്. അവരുടെ ആത്മാർത്ഥതയിലൂടെ മാത്രം, അവരുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും വാങ്ങുന്ന ശമ്പളത്തോട് അല്പകൂറും ചെയ്യുന്ന ജോലിയോട് അല്പം ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്ഥാപനത്തെ ഇനിയും നല്ല നിലയിൽ എത്തിച്ചുകൊണ്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഇനി നമുക്ക് ഇവിടെ തീരുമാനിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് നിയമപരമായി നമുക്ക് ഏതുവരെ എത്താൻ കഴിയും, നിയമപരമായി നമുക്ക് കിട്ടുവാനുള്ള ആനുകൂല്യം അല്ലെങ്കിൽ നമുക്ക് കിട്ടുവാനുള്ള നമ്മുടെ ഡെപ്പോസിറ്റ് എങ്ങനെ നമുക്ക് തിരിച്ചു വാങ്ങുവാൻ കഴിയും എന്നുള്ളത് മാത്രമാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഒറ്റയടിക്ക് ഞാൻ പറയുന്നത് എല്ലാവരുടെയും ഡെപ്പോസിറ്റ് സ്ഥാപനത്തിൽ ഒരു ദിവസം എല്ലാവരുടെയും ഡെപ്പോസിറ്റ് തരും എന്നൊന്നും പ്രതീക്ഷയൊന്നും ആർക്കും വേണ്ട. എനിക്കും ആ പ്രതീക്ഷയില്ല.
കുറേശ്ശെങ്കിലും ഇവർ പിരിച്ചെടുക്കുന്ന പൈസ ഡെപ്പോസിറ്റ്, അതായത് മുതൽ ഒരു പലിശ കൊടുക്കാം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയെങ്കിലും മുതലുകൾ കൊടുത്തവർ അവസാനിപ്പിക്കുകയാണെങ്കിൽ അടുത്ത മാസം ഈ കൊടുക്കുന്ന പലിശ അവർക്ക് ലാഭമായിട്ട് വരും. ഇത് അതുപോലും ചെയ്യാൻ ഇവർ ആത്മാർത്ഥത കാണിക്കുന്നില്ല. അവര് വരുന്നു, ഏതെങ്കിലും ഡെപ്പോസിറ്റ് വരുന്നു, പ്രത്യേകിച്ച് കുടിയംകുളങ്ങര ബ്രാഞ്ചിൽ ഒരു മാനേജറുണ്ട്. നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ മാനേജർ ആരും കണ്ടിട്ടില്ല. ഒറ്റ മനുഷ്യർ മാനേജറെ കണ്ടിട്ടില്ല. എവിടെ സൈൻ ചെയ്യുന്നോ ഇല്ല എന്നുള്ള കാര്യം അറിയില്ല. മാനേജർ 10 മണിക്ക് വന്നാൽ മാനേജറെ കാണാം, പിന്നെ കഴിഞ്ഞാൽ മാനേജർ ഫീൽഡിലാണ്. മാനേജറുടെ ഫീൽഡ് ഏതാണെന്നുള്ള കാര്യം ഈ ലോകത്ത് ആർക്കും അറിയില്ല. പൈസ ഉണ്ടോ? പൈസ ഉണ്ട്. മാനേജർ വന്നാലേ കൊടുക്കത്തുള്ളൂ. മാനേജർ വീട്ടിൽ നിന്നും കൊടുക്കുന്നതല്ല. ഈ മാനേജറെ കാണാൻ ആർക്കെങ്കിലും ഈ കൂടി നിൽക്കുന്നതിൽ ആരെങ്കിലും മാനേജറെ കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് ഡൗട്ടുള്ള ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു മാനേജറാണോ നമ്മുടെ ഒരു സൊസൈറ്റി? ഇത്രയും കോടി രൂപകൾ ആസ്തിയുള്ള ഒരു സൊസൈറ്റിയുടെ മാനേജറായിരിക്കേണ്ട ഈ വ്യക്തിയാണോ? ഇത് ആരുടെ കഴിവുകേടാണ്? മറ്റാരുമില്ല. എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഏറ്റവും താഴെത്തട്ടില് 2 ഉദ്യോഗസ്ഥർ ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കും. ഇവരെക്കാണോ നമ്മൾ തീറ്റിപ്പോറ്റുന്നതെന്ന് നമുക്ക് തോന്നുന്നു. നമ്മുടെ പൈസയ്ക്ക് ഇവരെക്കാണോ തീറ്റിപ്പോറ്റേണ്ടുന്നത്? ഒരു സ്ഥാപനത്തിന്റെ മാനേജർ എന്ന് പറഞ്ഞാൽ മാനേജർ അതിന്റേതായ ഒരു സാമ്പത്തിക സ്ഥാപനത്തിന്റെ മാനേജർ എന്ന് പറഞ്ഞാൽ ആ മാനേജറിന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. കേരള ബാങ്ക് അവിടെ കേരള ബാങ്കിനോട് എന്താ ഇവരെങ്ങും പോകുന്നില്ല. ഇവർ വീട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ അവരെ വേറെ ജോലികൾക്ക് പോകുന്നു. ഈ ബാക്കി 3 പേര് പോയിട്ട് ബാക്കി 14, 11 ഉദ്യോഗസ്ഥർ എവിടെ പോകുന്നു? അവർ ശമ്പളം കൈപ്പറ്റുന്നില്ലേ? ഇതാണ് ഒരു സ്ഥാപനത്തോട്, ഒരു സാമ്പത്തിക സ്ഥാപനത്തോട് അവിടുത്തെ ഉദ്യോഗസ്ഥർ കാണിക്കേണ്ട ആത്മാർത്ഥത. അവർ ചെയ്യുന്ന ജോലി ഇതാണോ? അവർ ചോദിച്ചാൽ ഫീൽഡിൽ പോയിരിക്കുന്നു, റിക്കവറി ചെയ്യാൻ പോയിരിക്കുന്നു. എന്താ റിക്കവറി ചെയ്തുകൊണ്ടൊന്നും ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇതിനൊക്കെ അറിഞ്ഞു വരണം. ഞാനൊരു പരാതി കൊടുക്കുന്നുവെങ്കിൽ ഞാൻ ഈ ബ്രാഞ്ച് മാനേജറുടെ പേർക്ക് മാത്രമായിരിക്കും ഞാൻ എന്റെ പരാതി കൊടുക്കുന്നത്. അത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം. നമ്മുടെ തുക നിരസിക്കുന്നത് ആരോ അവന്റെ പേർക്ക് കേസ് കൊടുക്കണം, അവന്റെ പേർക്ക് FIR ഇടണം, അവനെ അകത്താക്കണം. അവന് പഴി പിടിച്ചല്ല, അവനെ അകത്താക്കണം. അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരും. അല്ല, നമ്മുടെ ഒരു സ്ഥാപനത്തിൽ വരുമ്പോൾ നമ്മൾ വളരെ നികൃഷ്ടമായി ഭിക്ഷക്കാർ വരുന്നത് പോലെ ഇത്രയും വന്നല്ലേ, ഇന്നും വന്നല്ലേ, ഒരു കാര്യം വെള്ളിയാഴ്ച നടത്തണം. കേസ് നിങ്ങൾ കേസ് കൊടുത്താലേ, നിങ്ങൾ കേസ് കയറിട്ടോ ഞാൻ പിന്നെ തരാം. അതാണോ പറയുന്നത്? ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതാണോ? ഒരു മാനേജറുടെ ഉത്തരവാദിത്വം അതാണോ? ഒരിക്കലും ഒരു മാനേജർ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത്. മാനേജർ അതെ, സെക്രട്ടറി അന്വേഷിച്ച് പോയാൽ സെക്രട്ടറി ചെയ്യില്ല. നമുക്ക് ഈ സ്ഥാപനത്തിൽ അധികാരപ്പെട്ട ഒരാളെ കാണണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല. മാനേജറെ കാണാൻ കഴിയുന്നില്ല, സെക്രട്ടറിയെ കാണാൻ കഴിയുന്നില്ല, ഇവരാരെയും കാണാൻ കഴിയുന്നില്ല. വരുമ്പോൾ നമ്മളിങ്ങനെ ഭിക്ഷയ്ക്ക് വന്നത് മാതിരി, നമ്മൾ എന്തോ അവര് അല്ലെങ്കിൽ അവരിൽ നിന്നെന്തോ അടിച്ചു മാറ്റാൻ വന്നത് മാതിരി വന്ന ഭിക്ഷക്കാരിക്കുമ്പോൾ അവിടെ 3 കസേര ഇട്ടിട്ടുണ്ട്. അതിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. കാണുന്നു, തിരിച്ചു പോകുന്നു. ഇത് എന്തിനാ ഈ സ്ഥാപനം തുറന്നു വെച്ചിരിക്കുന്നത് എന്ന് പോലും ഞാൻ ഇനി ചോദിക്കേണ്ടി വരും. കാരണം ഇവരൊന്നും വേണ്ട, ഈ സ്ഥാപനം നടക്കാൻ ഇവരുടെ ഒന്നും ആവശ്യമില്ല. സത്യത്തിൽ അത്രയും വളരെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് സൊസൈറ്റി അറിയാം. എത്ര ആത്മാർത്ഥമായി, എത്ര സത്യസന്ധമായി നടത്തിക്കൊണ്ടുപോയ ഒരു സ്ഥാപനമാണ് കഴിഞ്ഞ 10-15 വർഷത്തിന് ശേഷം അധപ്പതിച്ച് അത് ശക്തമായ രാഷ്ട്രീയ ഇടപെടൽ വന്നതിന് ശേഷം മാത്രമാണ് ഈ സ്ഥാപനം ഇത്രയും അധപ്പതിച്ചത്. ഈ രാഷ്ട്രീയ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഒരു 4-5 ബ്രാഞ്ചസ് ഉണ്ടാക്കുക, 40 പേരെ പോസ്റ്റ് ചെയ്യുക, ഓരോരുത്തർ 20 ലക്ഷം രൂപ വാങ്ങാൻ 40 പേരെ പോസ്റ്റ് ചെയ്യുക. ഈ പോസ്റ്റ് ചെയ്യുന്നതിനോട് ശമ്പളം കൊടുക്കുന്നു. ഈ 40 പേർക്ക് ശമ്പളം കൊടുക്കാനുള്ള ശേഷി നമ്മുടെ സ്ഥാപനത്തിനുണ്ടോ, അല്ലെങ്കിൽ ലാഭമുണ്ടോ എന്നൊന്നും ഈ അന്നത്തെ ഭരണസമിതി നോക്കിയിട്ടേയില്ല. പക്ഷേ ഇന്നത്തെ ഭരണസമിതി എന്ന് പറയുന്നത് അറിവില്ലായ്മ കൊണ്ട് മുങ്ങുന്ന കപ്പലിൽ കാലെടുത്ത് വെച്ച് പോയവരാണ്. പക്ഷെ അത് രാഷ്ട്രീയപരമായി അവരുടെ കാലെടുത്ത് വെച്ച് പോയി. പക്ഷെ നമുക്കിന്ന് പരാതി പറയാനും കുറ്റം പറയാനും ഈ നിലവിലെ ഭരണസമിതി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ കേസ് ചെയ്താലും അല്ലെങ്കിൽ ഫയൽ ചെയ്താലും ഇന്നത്തെ നിലവിലെ ഭരണസമിതി കേസ് ഫയൽ ചെയ്യുന്നു.
അതുപോലെ മുൻ ഭരണസമിതിക്കെതിരെ നമുക്കത് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ ഡെപ്പോസിറ്റ് ഇട്ട കാലത്തുള്ള തിരിച്ചു തരാമെന്ന് എന്നോട് വാക്ക് പറഞ്ഞ മുൻ ഭരണസമിതി അവർക്കെതിരെയും നമ്മൾ മുമ്പോട്ട് പോകും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും